ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിപ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിടിലൻ 4 മണി പലഹാരമാണ്. ഇതൊരു വ്യത്യാസമായിട്ടുള്ള രീതിയിലും ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ചേരുവയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് അല്പം കശുവണ്ടി, ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. അതല്ല കപ്പലണ്ടി ആണെങ്കിൽ കപ്പലണ്ടിയും ചെറുതായി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിത് വറുത്ത് കോരുന്നില്ല. ഇതിനകത്തോട്ട് തന്നെ ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്ന റവ എന്ന് പറയുന്നത് വറുക്കാത്ത റവയാണ്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ റവ നന്നായിട്ട് ഈ നെയ്യിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നമുക്ക് റവയുടെയും നെയ്യുടെ ഒക്കെ മിക്സ് ആകുമ്പോഴത്തേക്കുള്ളൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒത്തിരി ഒന്ന് ഇങ്ങനെ കറുപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു നെയ്യിലൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഏലക്ക, അതിൻ്റെ ഒരു ഏലക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ആ ഒരു നാളികേരം അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് തന്നെ ഇതങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് ശർക്കര ഞാനൊന്ന് ചീവീത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് കല്ലും അങ്ങനത്തെ കരടുകളൊന്നും ഇല്ലാത്ത ഒരു ശർക്കരയാണ്, ഒരു ബ്രാൻഡിൻ്റെ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കരടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയായിട്ട് എടുത്ത് ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു തേങ്ങയും റവയും ശർക്കരപ്പാനിയൊക്കെ മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ഒരു കണ്ടോ, ഈ ഒരു രീതിയിൽ കുറച്ചൊരു നനവോട് കൂടെ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി നേരം ഒന്ന് മാറ്റി വെച്ചേക്കരുത് കേട്ടോ. ഇത് ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിലപ്പം വളരെ കട്ടി ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫില്ലിംഗ് ഉണ്ടാക്കുന്ന കാര്യം ഏറ്റവും ഒടുവിൽ ചെയ്യുക. ബാക്കിയുള്ള ഇപ്പം ഞാൻ ഈ തുടർന്ന് കാണിക്കുന്ന ഒരു അരിപ്പൊടിയുടെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്തിട്ട് ഇത് പിന്നീട് ചെയ്തെന്നാലും മതിയാവും. അപ്പം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്ക് അരിപ്പൊടിയുടെ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇതേ കപ്പിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ, അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ ഫ്ലെയിം ഒന്ന് ലോവിലോട്ട് മാറ്റാം. എന്നിട്ട് കുറേശ്ശെ 1.5 കപ്പ് വരുന്ന അരിപ്പൊടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി റോസ്റ്റഡ്, അതായത് ഞാനൊന്ന് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് റോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് മാവ് പരുവം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിനകത്തോട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കൈക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ചൂട് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിവിടെ നല്ല ചൂടൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മളത് ഇടയ്ക്ക് ഒന്ന് കൈ എടുത്ത് പിന്നെ കൈ ഒന്ന് വെച്ച് അങ്ങനെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് മയം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു മാവ് കണക്കിനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം.
ഇതാ നമ്മുടെ മാവ് ഇവിടെ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉരുട്ടി അതൊന്ന് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ടൊരു ചെറിയൊരു ബോൾ എടുത്താൽ മതി, വലിയതായിട്ട് എടുക്കണ്ട. ഞാനിവിടെ കുഞ്ഞ് ഒരു ചന്ദ്രകല ഷേപ്പിലൊക്കെയാണ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ബോളൊന്ന് നന്നായിട്ടൊരു ഷേപ്പിലാക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ ഒന്ന് പരത്ത് എടുക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ കുഞ്ഞിതായിട്ടാണ് ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. നമുക്ക് ഈ ഒരു മാവ് ഇത് പരത്തുന്നത് ഒത്തിരി തിക്കായിട്ടും അല്ലെങ്കിൽ ഒത്തിരി കനം കുറച്ചിട്ടൊന്നും പരത്തരുത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ പരത്തിയതാ ഈ ഒരു കണക്കിന് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കട്ടർ വെച്ചിട്ടൊന്ന് ഇതേ കണക്കിന് ഒരു വട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ ഫില്ലിങ് ഒന്ന് വളരെ കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു വട്ടത്തിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് ഈ ഒരു ഫില്ലിങ് നിറച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ ഇതേപോലെ നടുവേ മടക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തെന്നാൽ അത് നന്നായിട്ട് തന്നെ ഒട്ടി വരും. പിന്നെ നമുക്കൊക്കെ ഓരോ ഷേപ്പ് നമ്മുടെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് നമുക്കിതൊന്ന് മടക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫോർക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് പതുക്കെ ഫോർക്ക് വെച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് ഞാൻ ബാച്ചായിട്ടാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് നമുക്കിതുപോലെ ഒന്ന് പരത്തെടുക്കാം. അങ്ങനെ ഞാൻ ഇത്രയും എന്താ പറയുക ബേസാണ് തയ്യാറാക്കിയെടുത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെള്ളം നന്നായി തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇനി ഇഡ്ഡലി തട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുമല്ലോ, അതാ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ എണ്ണ നമ്മൾ തൂത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്നൊന്ന് വെച്ചിട്ട് വരാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഞാനപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്, പക്ഷേ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 6 മിനിറ്റാണ് ഇവിടെ സമയം എനിക്ക് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ആ ഒരു അരിപ്പൊടി ഒന്ന് വേവേണ്ട, ഒന്ന് ആവി കയറി ഒന്ന് സോഫ്റ്റ് ആവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഉടനെ തന്നെ എടുത്ത പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യരുത്, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ല സൂപ്പർ സ്വാദാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കൂടെ നമുക്കൊന്ന് കാണണ്ട എങ്ങനെയാണെന്ന് കണ്ടോ. ശർക്കരയൊന്നും ഒലിച്ചു പോവാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫില്ലിംഗ് ആണ്, പ്രത്യേകിച്ച് ആ റവ നമ്മൾ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കടിക്കാൻ കിട്ടുന്ന ഒരു ഫ്ലേവറും അതൊക്കെ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.